തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ജനവിധി തേടുന്ന UDF സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിൽ EC റോയിയും 2-ാം വാർഡിൽ ഫ്രാൻസിസ് ആന്റണിയും 3-ാം വാർഡിൽ റോബിൻ സാബുവുമാണ് UDF സ്ഥാനാർത്ഥികൾ. വാർഡ് 4-ൽ ലിസി സൈമൺ മത്സരിക്കും. വാർഡ് 5-ൽ സനോജ് MGയും വാർഡ് 6-ൽ സൽമ പരീതും വാർഡ് 7-ൽ അരുൺ ചന്ദ്രനും UDF സ്ഥാനാർത്ഥികളാകും. റോമി ബിനോയാണ് 8-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി. 9-ാം വാർഡിൽ ബിന്ദു രാജേന്ദ്രനും 10-ാം വാർഡിൽ മേരി കുര്യാക്കോസും 11-ാം വാർഡിൽ അരുണിമ വിനീഷും UDF സ്ഥാനാർത്ഥികളായി ജനവിധി തേടും. പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ 12-ാം വാർഡിൽ നിന്നുമാണ് ജനവിധി തേടുന്നത്. 13-ാം വാർഡിൽ രഞ്ജിത്ത് ശിവനാണ് UDF സ്ഥാനാർത്ഥി. എൽദോസ് ബേബി 14-ാം വാർഡിലും കവിത ഗോപകുമാർ 15-ാം വാർഡിലും UDF സ്ഥാനാർത്ഥികളാകും. ലീഗ് സ്ഥാനാർത്ഥിയായി സൽമ ഷാനവാസ് 16-ാം വാർഡിൽ ജനവിധി തേടും. 17-ാം വാർഡിൽ പുഷ്പലത ജോസ് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കും. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഇടമലയാർ ഡിവിഷനിൽ ബിൻസി മോഹനനും കുട്ടമ്പുഴ ഡിവിഷനിൽ ചിഞ്ചു ബേബിയും UDF സ്ഥാനാർത്ഥികളായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച വിജയം UDF കൈവരിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് ജോഷി പൊട്ടക്കൽ പറഞ്ഞു. വരാനിരിക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ UDF നേടിക്കൊണ്ട് കോൺഗ്രസ് നേടിക്കൊണ്ട് ഞങ്ങൾ ഭരണത്തിൽ വരും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഫീഡ്ബാക്കിൽ കൂടി ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ. അത് തീർച്ചയായും ജനങ്ങളിൽ നിന്ന് കിട്ടിയ ഒരു ഫീഡ്ബാക്കാണ്. ഞങ്ങൾ ഓരോരോ സ്ഥലങ്ങളിൽ സഞ്ചരിക്കുമ്പോഴും ഓരോരോ വീടുകളിൽ ചെല്ലുമ്പോഴുമെല്ലാം അഴിമതിരഹിതമായ അതുപോലെ തന്നെ തികച്ചും സുതാര്യമായ ഒരു ഭരണം കുട്ടമ്പുഴ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ഈ കഴിഞ്ഞ 5 വർഷക്കാലത്ത് കിട്ടിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.